പല കുടുംബങ്ങളുടെയും കൂട്ടയാത്മഹത്യക്ക് പിന്നിൽ ആ ഗ്രഹനാഥന്റെയോ കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമായിരുന്നു എന്ന് ഈ കേരളത്തിന്റെ മുഴുവൻ ജംഗ്ഷനുകളിൽ നിന്ന് ഇതുപോലെ പല പ്രാവശ്യം ഞങ്ങൾ മദ്യത്തിനെതിരെയും ലഹരിക്കെതിരെയുമുള്ള പ്രോഗ്രാമുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ മനുഷ്യന് പുറത്തു വരാമെന്നും എന്താണ് അതിനൊരു വഴിയെന്നുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു രസത്തിന് വേണ്ടി ആരംഭിക്കുന്നത് ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കത്തക്ക നിലയിൽ പലരുടെയും ജീവിതത്തെ കാർന്നു തിന്നുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ ആരംഭത്തിൽ സന്തോഷമാണെങ്കിലും അവസാനം മാരക രോഗങ്ങളെ സമ്മാനിച്ചുകൊണ്ട്, കുടുംബ തകർച്ചകളെ സമ്മാനിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വിഷസർപ്പത്തെ പോലെ പണം വിടർത്തിയാടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമത്തിൽ വന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം വധു വീട്ടുകാരെ വിളിച്ചു വരുത്തി അച്ഛനോടും അമ്മയോടുമൊപ്പം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനിടയായി തീർന്നു. അതിന്റെ കാരണമെന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാരണമായിട്ട് പറഞ്ഞത്, ഒരുപിടി സ്വപ്നങ്ങളോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ യൗവനക്കാരിയായ സഹോദരി ഭർത്തൃ വീട്ടിലേക്ക് പ്രവേശിച്ചതിന്റെ അന്ന് തന്നെ താൻ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച പ്രതീക്ഷയോടെ കടന്നു ചെന്ന കുടുംബജീവിതത്തിന്റെ കുടുംബനാഥൻ അഥവാ തന്നെ വിവാഹമാടലാർത്തിയ മനുഷ്യൻ കൊടിയ ലഹരിയുടെ അടിമയായിരുന്നു എന്ന്, MDMA പോലെയുള്ള മാരകമായ രാസലഹരിയുടെ പിടിയിൽ അമർന്നുപോയി രാത്രിയും പകലും തിരിച്ചറിയുവാൻ കഴിയാതെ മൃഗതുല്യം ജീവിക്കുന്ന ബുദ്ധി നശിച്ചു പോയൊരു മനുഷ്യനെയാണ് വിവാഹം കഴിച്ചത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിവാഹത്തിന്റെ 3-ാം ദിവസം ആ വീട്ടിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം ഈ യുവതി മടങ്ങി വരുവാനിടയായി തീർന്നു. ഒരുപക്ഷേ ഈ വാർത്ത നിങ്ങൾ വായിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇന്ന് കേരളക്കര ചർച്ച ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളിലുണ്ടായിരുന്ന മെയിൻ ഹെഡിങ് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിൽ ഇന്നലെ രാത്രി ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ മദ്യപിച്ച് മതോന്മത്തനായി വന്നിട്ട് തങ്കപ്പൻ എന്ന പേരുള്ള സ്വന്തം അപ്പനെയും ആഗ്നസ് എന്ന പേരുള്ള സ്വന്തം അമ്മയെയും മാരകമായിട്ട് കൊല്ലുവാനിടയായി തീർന്നു. എവിടെയോ നടന്ന, ഏതോ ലോകത്ത് നടന്ന, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥലത്ത് നടന്ന കാര്യമല്ല പറഞ്ഞത്. 100% സാക്ഷരത കൈവരിച്ച ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന നെഞ്ചിൽ കൈവച്ച നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത നാളുകൾ കൊണ്ട് നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ലഹരിയുടെയും അതുപോലെ കൊലപാതകങ്ങളുടെയും ഒക്കെ കഥ നമ്മെ ഞെട്ടിക്കുന്നതാണ്. ഈ തൊട്ട് കഴിഞ്ഞ ദിവസമാണ് നല്ല വിദ്യാഭ്യാസമുള്ള യൗവനക്കാരായ 2 ചെറുപ്പക്കാരെ MDMA കൈവശം വെച്ചതിനും വിറ്റതിനും നമ്മുടെ എക്സൈസ് അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നത്. മദ്യപിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, മദ്യപിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മദ്യപാനി വരുത്തി വയ്ക്കുന്ന മഹാ പ്രതിസന്ധികൾ. മദ്യപിച്ച് രക്കകെട്ട ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നാൽ ആ വീട്ടിന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. മദ്യപിച്ചൊരാൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാൽ സ്വസ്ഥതയോടെ ഇവിടെ മറ്റുള്ളവർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തിനാ? മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഒരാൾ വാഹനം ഓടിക്കാൻ തുടങ്ങിയാൽ
ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല, റോഡിലൂടെ കടന്നു പോകുന്നവർക്ക് പോലും അതൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ എക്സൈസ് ഉണ്ടെങ്കിലും പോലീസ് ഉണ്ടെങ്കിലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകൾ കൂടുപോലെ ഓരോ ദിവസവും പൊങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു എങ്കിലും ഇതിനൊന്നും രക്ഷിക്കുവാൻ കഴിയാതെ നമ്മുടെ യൗവനക്കാർ മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ബുദ്ധി നശിച്ചവരായി മൃഗതുല്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പണ്ട് നമ്മൾ താമസിച്ചിരുന്ന നമ്മുടെ വീടൊക്കെ മാറി, നാട്ടിൽ പുരോഗമനം ധാരാളമായിട്ട് വന്നു, വിദ്യാഭ്യാസമുള്ളവരായിട്ട് മാറി. നമ്മുടെ ടേബിളിന്റെ മുൻപിലിരുന്ന് കമ്പ്യൂട്ടറിലൂടെ നമ്മുടെ വിരൽത്തുമ്പത് കലിപ്പിച്ചാൽ ലോകത്തിന്റെ ഏത് വൻകരകളിലും നടക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കത്തക്ക നിലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഭയങ്കരമായി പുരോഗമിക്കുവാനിടയായി തീർന്നു. മറുഭാഗത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അധർമ്മം അതിന്റെ മൂർധന്യാവസ്ഥയിൽ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന, ഞങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന്റെ പ്രസക്തി. മാനവകുലത്തിന്റെ കയ്യിൽ പുരണ്ടുപോയ പാപത്തിന്റെ കറയെ കഴുകിക്കളയേണ്ടതിന് മനുഷ്യ പ്രയത്നങ്ങളൊന്നും പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ 2025 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശു ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാനിടയായി തീർന്നു. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഓരോ സഹോദരങ്ങളോട് ചോദിച്ചാലും അവർക്കൊക്കെ പറയാൻ ധീരമായ ഒരനുഭവമുണ്ട്. അവർക്കെല്ലാം പറയുവാനുള്ള സാക്ഷ്യം ഇതാണ്: അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപത്തിന്റെയും ശാപത്തിന്റെയും കറയെ കഴുകിക്കളയേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ രക്തം പര്യാപ്തമായി തീർന്നു എന്ന്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പാവവഴികളിൽ യാത്ര ചെയ്തിട്ട് ഒരു മോചനം വേണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് നിങ്ങളുടെ ഹൃദയം തുറന്നിട്ട് സർവേശ്വരനായ ജഗദീശ്വരനായ ദൈവത്തോട് എന്റെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം നൽകി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, മതം മാറാതെ, പേര് മാറാതെ, താമസിക്കുന്ന ഇടം മാറാതെ, എന്തിന് 5 രൂപ പോലും കാണിക്കയിടാതെ ജീവിതത്തിന് സമൂലമായ ഒരു മാറ്റം നൽകി തരുവാൻ ഈ മഹാദൈവത്തിന് കഴിയുമെന്ന് ഓർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു ക്രിസ്തു എന്ന്. യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കർത്താവായി കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിൽ കയറി കൂടിയ ഇരുളിന്റെ ശക്തികൾ എന്നേക്കുമായിട്ട് ആ മനുഷ്യനെ വിട്ടുമാറുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ ജീവിതം നയിക്കുവാൻ, നല്ലൊരു വ്യക്തിയായി തീരുവാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു നല്ല മകനെ കിട്ടുവാൻ, ഭാര്യയ്ക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടുവാൻ, നിങ്ങളുടെ മക്കൾക്ക് മാന്യനായ നല്ലൊരു അച്ഛനെ കിട്ടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായിട്ടും ലോകത്തിൽ ഒരു സമയത്തും നൽകി തരുവാൻ കഴിയാത്ത സമൂലമായ ഒരു മാറ്റം ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അതിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇവിടെ തിരുന്നുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണം, ഞാൻ മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ തയ്യാറാണ് എന്ന് നിശ്ചയമായിട്ടും സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം നൽകി തന്ന് നിത്യതയ്ക്ക് നിങ്ങളെ അവകാശികളാക്കി തീർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രഭാതമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകുന്നു. എന്റെ സ്നേഹിതനായ ലോറൻസ് മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥിക്കുക. ദൈവം ജീവിതത്തിൽ ഒരു മാറ്റം നൽകി തരട്ടെ. கண்களை மூடி அந்த சந்தேசத்தில் இந்த நற்செய்தியை கேட்ட ஒவ்வொரு இருதயத்திலும் தேவன் பெரிய காரியங்களை செய்யும்படியா
யாராவது மனம் திரும்ப வேண்டும், இந்த பாவ அடிமத்தனத்திலிருந்து மனம் திரும்ப வேண்டும் என்றால் இந்த நல்ல செய்தியை இருதயத்தில் ஏற்றுக்கொள்ளுமாறு இந்த காலை வேளையில் நாங்கள் கேட்கிறோம். சேர்ந்து செபிக்கலாம். பரலோக தேவனே, பரிசுத்த ஆவியானவரே, இந்த நல்ல கால வேளைக்காக ஸ்தோத்திரம் பண்ணி செபிக்கிறோம். இவ்வளவு நேரமாய் இந்த பகுதியில் தேவனுடைய வார்த்தையை பேசுவதற்கு தந்த கிருபைகளுக்காக இருதயத்தின் ஆழத்திலிருந்து ஸ்தோத்திரம் பண்ணி செபிக்கிறோம். இந்த பகுதியிலே தொனிக்கப்பட்ட இந்த வார்த்தைகள் அநேகரை உயிர்ப்பிக்கட்டும், அநேகரை தேவ சமூகத்தில் இழுக்கட்டும். பாவ கரைகளிலிருந்து விடுபட்டு வந்து தேவ ராஜ்யத்துக்குள் பங்காளியாய் மாற தேவன் உதவி செய்ய போகிற கிருபைகளுக்காக இருதயத்தின் ஆழத்திலிருந்து மனதார ஸ்தோத்திரம் பண்ணி செபிக்கிறோம். இந்த பிரதேசத்தை முழுவதும் ஆளுகைக்குள் தருகிறோம். கர்த்தர் பெரிய காரியங்களை செய்வதற்காக ஸ்தோத்திரம். இவ்வளவு நேரங்களோடு கூட இருந்ததற்காக நன்றி. தொடர்ந்து மகிமையினால் பெரிய காரியங்களை செய்யும் இயேசுவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി